ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നേരത്തെയുള്ള മൈ സ്റ്റോറിയുടെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയായിരുന്നില്ലേ, ഞാൻ ഒരുപാട് പിന്നെ സാഞ്ചേട്ടന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ധ്യാനത്തിനൊക്കെ പോയി. അതിനുശേഷം എറണാകുളത്ത് ചിറ്റൂർ എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രത്തില് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ പോകും. അവിടെ പോയിട്ട് 3 മണി വരെയുള്ള പ്രാർത്ഥന അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് തിരിച്ചു വരും. അങ്ങനെ അതൊക്കെ കുറച്ച് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൊച്ചു പിള്ളേര് വെളുപ്പിനെ എഴുന്നേറ്റ് ട്രിവാൻഡ്രത്തു നിന്ന് എറണാകുളത്ത് പോവുക. അവിടുന്ന് പിന്നെ ഈ ഈ പ്രാർത്ഥനകളൊക്കെ കൂടിയിട്ട് വൈകിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുകളും നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാവുമ്പോഴത്തേലും നമ്മൾ സഹിക്കുമല്ലോ. അപ്പൊ സാഞ്ചേട്ടന് എങ്ങനെയെങ്കിലും ഒരു നല്ല ജോലി കിട്ടുക എന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം. അതുകൊണ്ട് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ പോയിരുന്നു കേട്ടോ. അപ്പൊ 9ാമത്തെ ആഴ്ചയായപ്പോഴത്തേനും ഞാൻ പറഞ്ഞായിരുന്നില്ലേ, സാഞ്ചേട്ടൻ ഇങ്ങനെ അന്നൊക്കെ ഈ പത്രത്തിൽ കൂടെയാണ് വേക്കൻസീസ് ഒക്കെ വന്നിരുന്നത്. അപ്പൊ എല്ലാം സാഞ്ചേട്ടൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പൊ ഈ 9ാമത്തെ ആഴ്ച എനിക്ക് നേർച്ചയുണ്ടായിരുന്നു. സാഞ്ചേട്ടനും പിള്ളേരും ഞാനുമായിട്ട് അവിടെ ആ പ്രെയർ മീറ്റിങ്ങിന് പോവാമെന്ന് നേർച്ചയുണ്ടായിരുന്നു. ആ 9ാമത്തെ ആഴ്ച അവിടെ ആ പള്ളിയിൽ പോയി ഞങ്ങൾ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും സാഞ്ചേട്ടന് ഒരു ഫോൺ വന്നു. ഈ ഈ കമ്പനിയിലോട്ട്, സാഞ്ചേട്ടൻ ഇന്ന് ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് ഒരു ഇന്റർവ്യൂവിന് നാളെ തന്നെ വരണം എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു കോള് വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം എത്ര പറഞ്ഞറിയിച്ചിരുന്നിരുന്നാലും മതിയാവത്തില്ല സന്തോഷം. കാരണം ഇത്രയും പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു ഉത്തരം തന്നല്ലോ. എന്നിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ആ ജോലി കിട്ടണേ എന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് സാഞ്ചേട്ടൻ തിരിച്ചു വീണ്ടും എറണാകുളത്ത് വന്ന് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. സാഞ്ചേട്ടൻ ആ ജോലി കിട്ടി കേട്ടോ. അപ്പൊ ഇതൊക്കെ ഞാൻ ദൈവത്തിന്റെ അടുത്തുള്ള ഒരുപാട് നന്ദിയും ഒരു സാക്ഷ്യവും എന്നാണ് പോലെ പറയുന്നതാണ്. കാരണം നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ സാക്ഷ്യത്തിലൂടെ പറയുമ്പോഴത്തേല് അത് കൂടുതൽ കൂടുതൽ നമുക്ക് അനുഗ്രഹമായിട്ട് വന്ന് ഭവിക്കും. അപ്പൊ സാഞ്ചേട്ടൻ ആ ജോലി കിട്ടിയപ്പോഴത്തേല് ശമ്പളം വളരെ കുറവായിരുന്നു. എന്നാലും സാഞ്ചേട്ടൻ ഇങ്ങനെ കടയിലെ കണക്കുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴ് നമുക്കതൊരു സ്ഥിരം വരുമാനമുള്ള ഒരു ജോലിയല്ലല്ലോ. ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഇതല്ലേ. നമുക്ക് മാസത്തില് ശമ്പളം കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നമ്മുടെ കുറെ ബുദ്ധിമുട്ടുകൾ മാറും എന്നൊക്കെ. ശമ്പളം വളരെ കുറവായിരുന്നു. എന്നാലും സാഞ്ചേട്ടൻ ആ ഓഫീസിൽ കയറി കേട്ടോ. കയറി കഴിഞ്ഞിട്ടും പുള്ളിക്ക് 1.5 മണിക്കൂർ സോറി വീട്ടിൽ നിന്ന് 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യണം. 1.5 മണിക്കൂർ തിരിച്ചും ട്രാവൽ ചെയ്യണം. അപ്പൊ രാവിലെ പോവേണ്ടത് 7 മണിക്ക് 6:30 7 മണിക്ക് വീട്ടിൽ നിന്ന് പോണം. എന്നിട്ട് രാത്രി ഒരു 7:30 8 മണിക്കൊക്കെയാണ് പുള്ളി എത്തിയിരുന്നത്. എന്നിരുന്നാലും സന്തോഷമായിരുന്നു. കാരണം ജോലി കിട്ടിയല്ലോ, അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. മറ്റേത് നമുക്ക് കിട്ടുന്ന പൈസയൊന്നും നമുക്ക് തൽക്കാലം കുട്ടികളെ പഠിപ്പിക്കണം, വാടക കൊടുക്കണം, ഞങ്ങളുടെ വീട്ടു ചെലവ് നോക്കണം, ഇതെല്ലാത്തിനും കൂടെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് സാഞ്ചേട്ടൻ അവിടെ പോയി എന്താ പറയുന്നത്, കുറച്ചു നാള് കഴിഞ്ഞപ്പോ തന്നെ ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞോണം സാഞ്ചേട്ടന് തുടക്കത്തിലെ ഒരു നടുവേദന ഉണ്ടായിരുന്നു. എപ്പോഴും സാഞ്ചേട്ടന് കല്യാണം കഴിഞ്ഞ സമയത്ത് സാഞ്ചേട്ടൻ എപ്പോഴും നടുവേദന പറയുമായിരുന്നു. ഞാനൊക്കെ എത്ര കാണിക്കാൻ പറഞ്ഞിരുന്നിരുന്നാല് സാഞ്ചേട്ടൻ അത് കാണിക്കില്ല. സാഞ്ചേട്ടൻ എന്തോ ഈ അസുഖങ്ങളൊക്കെ ഈ ഡോക്ടറിനെ കൊണ്ടുവന്ന് കാണിക്കുന്നതും സാഞ്ചേട്ടൻ ഒരു അസുഖക്കാരനാണെന്ന് പറയുന്നതും ഒന്നും സാഞ്ചേട്ടന് ഇഷ്ടമല്ല. അതുകൊണ്ട് സാഞ്ചേട്ടൻ അത് കാണിക്കാതെ ഇങ്ങനെ കൊണ്ടു നടന്നു. അവസാനം ഈ നടുവേദന ഇങ്ങനെ കൂടാൻ തുടങ്ങി. ആ സമയത്ത് സാഞ്ചേട്ടൻ ഈ ബസ്സിൽ കയറി പോവുകയും വരുകയും ഒക്കെ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഒരു ബൈക്ക് എടുത്തു.
അപ്പൊ ബൈക്കിലാകുമ്പോഴത്തേലും പുള്ളിക്ക് കുറച്ചും കൂടെ പോയിട്ട് വരാനായിട്ട് സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളി പോയി. പക്ഷെ ആ ബൈക്കാണെ പണ്ടത്തെ ഒരു അത് എന്ത് വണ്ടിയാണെന്ന് എനിക്ക് ഇപ്പൊ പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ. ഇപ്പോഴത്തെ ഈ പുതിയ മോഡൽ ബൈക്കുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ ഒരു കേവ് ഷേപ്പിലാണ് അതിന്റെ സീറ്റൊക്കെ വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വളഞ്ഞു പിടിച്ചിരിക്കണം. അപ്പോഴേ ഞാൻ സാൻചേട്ടനോട് പറഞ്ഞു ആ ബൈക്ക് എടുക്കരുത്, അത് സാൻചേട്ടന്റെ നടുവിന് പ്രോബ്ലം ചെയ്യും എന്ന് പറഞ്ഞിട്ട് പുള്ളി കേട്ടില്ല. അതായിരുന്നു ഏറ്റവും വില കുറഞ്ഞു കിട്ടിയത്, ബാക്കിയുള്ളതിനൊക്കെ കുറച്ച് വില കൂടുതലായിരുന്നു. അപ്പോ ആ ബൈക്ക് എടുത്തു. അതില് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും പുള്ളിയുടെ നടുവേദന കൂടി. ആ സമയത്ത് പുള്ളിയുടെ അനിയന്റെ കല്യാണവും കൂടെ ആയിരുന്നു. അനിയന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങള് ഒരാഴ്ച മുന്നേ, അന്ന് പിള്ളേരൊക്കെ ചെറിയ കുട്ടികളായിരുന്നത് കൊണ്ട് അപ്പൊ ക്ലാസ് ഒക്കെ കുറച്ച് ദിവസം മിസ്സാവുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് വെക്കേഷൻ സമയമായിരുന്നു കേട്ടോ, ഏപ്രിൽ സമയത്തിലായിരുന്നു പുള്ളിയുടെ അനിയന്റെ കല്യാണം. അപ്പൊ ഞാനും പിള്ളേരും കൂടെ നേരത്തെ ഒരു 2 ആഴ്ച മുന്നേ കല്യാണത്തിന് വേണ്ടിയിട്ട് പോയി. പുള്ളി ഓഫീസിൽ പോണമല്ലോ, അതുകൊണ്ട് പുള്ളി കല്യാണത്തിന് 2 ദിവസം മുന്നേ വരാമെന്നും പറഞ്ഞിട്ടായിരുന്നു പോയത്. എന്നിട്ട് പുള്ളി കല്യാണത്തിന് 2 ദിവസം മുന്നേ വരുന്ന സമയത്ത് പുള്ളി ട്രെയിനിലാ വന്നത്. ട്രെയിനിൽ വന്ന സമയത്ത് അപ്പർ ബെർത്തിലാണ് പുള്ളി കിടന്നത് കേട്ടോ. അപ്പോഴേക്കും പുള്ളിക്ക് നല്ല നടുവേദനയും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും പുറത്തു പറയത്തില്ല. എന്നിട്ട് തൃശ്ശൂർ എത്തിയപ്പോഴത്തേലും തൃശ്ശൂര് വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നില്ല. സാഞ്ചേട്ടൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ താഴത്തെ ബെർത്തിലെ ആ പുള്ളി പറഞ്ഞു, നിങ്ങൾക്ക് തൃശ്ശൂരല്ലേ ഇറങ്ങേണ്ടത്, വണ്ടി ഇതാ തൃശ്ശൂർ എത്തി എന്ന് പറഞ്ഞു. ഇത് കേട്ടതും പുള്ളി എന്ത് ചെയ്തു, അപ്പർ ബെർത്തിൽ നിന്ന് ചാടി ഇറങ്ങി, താഴോട്ട് ചാടി. അതോടുകൂടെ പുള്ളിയുടെ നടുവിന് വേദന കൂടി. നടുവിന് വേദന കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് പൊട്ടി, ആ ഒരു അവസ്ഥയായി. എന്നിട്ടും അപ്പോഴും സത്യം പറഞ്ഞാൽ തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തൃശ്ശൂര് വണ്ടിയിൽ വന്ന് വണ്ടി ഇറങ്ങാനും നടക്കാനും ഒക്കെ പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഡിസ്ക് ഓൾറെഡി പൊട്ടിയല്ലോ. എന്നിട്ടും ഈ പുള്ളി ഈ വേദന മുഴുവൻ സഹിച്ച് അനിയന്മാരുടെ കൂടെ, കാരണം അനിയന്റെ കല്യാണമാണല്ലോ, അതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിനും നടക്കുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ പോകാനും മീൻ മേടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാത്തിനും പുള്ളി പോകുന്നുണ്ടായിരുന്നു. ഈ വേദന കടിച്ചമർത്തിയിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്കിങ്ങനെ നടുവേദനയുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേലും ഞാൻ പറഞ്ഞു, സാഞ്ചേട്ടാ ഇനിയേലും ഇങ്ങനെ അവര് ടോട്ടലി 6 ബ്രദേഴ്സാണ്. അപ്പൊ അവരൊക്കെ നോക്കി നടത്തില്ലേ, സാഞ്ചേട്ടൻ ഒന്ന് റെസ്റ്റ് എടുക്കെന്ന് പറഞ്ഞിട്ട് പുള്ളി കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല. പുള്ളി മൂത്ത ചേട്ടനല്ലേ, അതുകൊണ്ട് പുള്ളിയുടെ റെസ്പോൺസിബിലിറ്റി ഇതാക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളിക്ക് ഇങ്ങനെ നടക്കും തോറും ഈ വേദന കൂടി 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 വരുമായിരുന്നു. പിന്നെ നമ്മള് ഭാര്യമാര് പറയുമ്പോഴത്തേല് ചിലത് അനുസരിക്കാനായിട്ട് ഭർത്താക്കന്മാർക്ക് ഒരു എന്താ പറയുന്നത്, അവരെ അനുസരിച്ചു എന്ന് കാണുമ്പോഴത്തേല് അവർക്ക് തന്നെ ഒരു എന്താ പറയുന്നത്, ഒരു എന്താ അതിന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, ഒരു മടിയൊക്കെ തോന്നും. അപ്പൊ ആ മടിയായിരുന്നു പുള്ളിക്ക്. ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ട് പോവാതിരുന്നു കഴിഞ്ഞാൽ അത് അനിയനോട് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയാണെന്ന് പുള്ളി വിചാരിച്ചു. എന്നിട്ട് പുള്ളി എല്ലാ കാര്യത്തിനും നടക്കുന്നുണ്ടായിരുന്നു. എനിക്കാണെ ടെൻഷനോട് ടെൻഷൻ. കാരണം എന്റെ ഹസ്ബൻഡ് അല്ലേ, എന്തേലും പറ്റിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് മാത്രമല്ലേ, എനിക്കും എന്റെ പിള്ളേർക്കും അല്ലേ നഷ്ടം. ഞാൻ ഇങ്ങനെ പുറകെ നടന്നു. എന്നിട്ട് ഞാൻ മരുന്നിട്ട് തിരുമ്മി കൊടുക്കുന്നുണ്ടായിരുന്നു, വെള്ളം ചൂടാക്കി പിടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് വേദനയ്ക്ക് ഒരു കുറവുമില്ല. അവസാനം കല്യാണത്തിന്റെ അന്നായപ്പോഴും അതെ, പുള്ളി അങ്ങ് ഓടി നടന്ന് ചെയ്യുക. അപ്പൊ കിട്ടിയിരുന്ന ആ ഹാൾ എന്ന് പറയുന്നത് ഇങ്ങനെ 2 നിലയായിരുന്നു റിസപ്ഷന് കിട്ടിയിരുന്ന ഹാള്. അപ്പൊ മേളിലും താഴെ ഗ്രൗണ്ട് ഫ്ലോറും സെല്ലാറും ആയിട്ടായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ
ഇങ്ങനെ നമ്മുടെ റിസപ്ഷനും കാര്യങ്ങളും സെല്ലാറ് പോലത്തെ, എനിക്ക് ശരിക്കും ഓർമ്മയില്ല, ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും ആണെന്ന് തോന്നുന്നു, അതോ സെല്ലാറാണോ, എനിക്ക് നല്ല ഓർമ്മയില്ല കേട്ടോ, 20 വർഷം മുന്നേ ഉള്ള കാര്യമാണ്. അപ്പൊ പുള്ളി സ്റ്റെപ്പ് മേളത്തെ ഇതിലാണ് റിസപ്ഷനും, താഴെയാണ് ഈ ഫുഡും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഈ പുള്ളി ഓരോ പ്രാവശ്യം ഓരോ ബന്ധുക്കളും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേല് ഇങ്ങനെ മേളിലോട്ട് കയറുക ഇറങ്ങുക, കയറുക ഇറങ്ങുക, കയറുക ഇറങ്ങുക, ഇത് തന്നെ പരിപാടി. അപ്പോഴും ഞാൻ പോയി പറയുന്നുണ്ട്, സാഞ്ചേട്ടാ ഇങ്ങനെ ചെയ്യല്ലേ, സാഞ്ചേട്ടന്റെ നടുവിന് കേടാണ്, ഇതിങ്ങനെ ചെയ്യല്ലേ. ഞാൻ പറയുന്നതിനൊത്ത് പുള്ളിക്ക് എന്തോ ഒരു വാശി പോലെ പുള്ളി കൂടുതൽ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അവസാനം പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേലും പുള്ളിക്ക് നടു അനക്കാൻ വയ്യ, നിക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, വല്ലാത്ത കണ്ടീഷനായി. അപ്പൊ ഞാൻ നിർബന്ധിച്ചിട്ട് അടുത്തൊരു ഹോസ്പിറ്റലില്, അപ്പൊ ഇത് തൃശ്ശൂരാണ് കേട്ടോ, ഹസ്ബൻഡിന്റെ വീട് തൃശ്ശൂരാണ്. അപ്പൊ ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഇത് കണ്ടീഷൻ കുറച്ച് മോശമായി, ഡിസ്കിന് നല്ല പ്രശ്നമായിരിക്കുവാണ്. അന്ന് പൊട്ടലാണെന്ന് അറിയത്തില്ലായിരുന്നു, ഡിസ്കിന് പ്രശ്നമാണ്, നിങ്ങൾ ഇവിടെ തന്നെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് സെറ്റിൽഡ്, അപ്പൊ ഞങ്ങൾക്ക് അവിടെ പോണം. അപ്പൊ പറഞ്ഞു നിങ്ങൾ പോയ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നിട്ടും പുള്ളിയോട് പറഞ്ഞിട്ട് പുള്ളി കേട്ടില്ല. അന്ന് തന്നെ ഓഫീസിൽ പോയി. കാരണം പുതിയതായിട്ട് കിട്ടിയ ജോലിയാണ്, 6 മാസേ ആയിട്ടുള്ളൂ. അപ്പൊ ലീവൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ട് പുള്ളി ജോലിക്ക് പോയി. പുള്ളി ജോലിക്ക് പോയി കഴിഞ്ഞ് പിള്ളേരും സ്കൂളിൽ പോയി കഴിഞ്ഞാലായിട്ട് ഞാന് അല്ല, പിള്ളേര് ട്യൂഷന് പോയി. അന്ന് അവധിയായിരുന്നല്ലോ ആ സമയത്ത്. അപ്പൊ പിള്ളേര് ട്യൂഷനെയും അതിനും ഇതിനും ഒക്കെ ഞാൻ ഈ ഡാൻസ്, പാട്ട്, ഇതൊക്കെ ഇതിനൊക്കെ കൊണ്ടുവന്ന് വിടുമായിരുന്നു. അപ്പൊ അതിനൊക്കെ പോരുന്ന സമയത്ത് പിള്ളേര് പോകുന്ന എന്റെ വീട്ടിന്റെ അടുത്തായിട്ടാണ് ഈ പിള്ളേര് പോകുന്നത്. അപ്പൊ ഞാൻ പോയിട്ട് വീട്ടിലിരിക്കും. അത് കഴിഞ്ഞിട്ട് പിള്ളേരെയും കൊണ്ട് ഞാൻ തിരിച്ചു വരും. ഈ ഇവരുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് എനിക്കൊരു 4 മണിയായപ്പോഴത്തേല് കോള് വരുന്നു, എടോ താനൊന്ന് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി സാഞ്ചേട്ടാന്ന് ചോദിച്ചപ്പോ, ഞാൻ ഇവിടെ വന്നിട്ട് വീട്ടിലിരിക്കുവാണ്, വരാന്തയിൽ ഇരിക്കുവാണ്, എനിക്ക് നല്ല പനി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഡാഡിയുടെ അടുത്ത് പറഞ്ഞു ഇച്ചിരി പിള്ളേരെ അവിടെ കൊണ്ടുവന്ന് വിട്ടു തരണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങ് പോന്നു. കാരണം താക്കോൽ എന്റെ കയ്യില. സാഞ്ചേട്ടൻ ഇങ്ങനെ വയ്യാണ്ട് വന്നിരിക്കാന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോഴേക്കും പുള്ളിക്ക് നല്ല പനിയും നടുവും ഭയങ്കര വേദന, കയ്യും കാലും അനക്കാൻ വയ്യ, ആ ഒരു അവസ്ഥ. എന്നിട്ട് ഞാൻ പിന്നെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞു, നാളെ ഇനി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഡോക്ടർ എന്തോ പറയുന്നെന്ന് വെച്ചാൽ അത് കേട്ടിട്ട് നമുക്കിനി ഓഫീസിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും പുള്ളി പറയുന്നത് നാളെ ഞാൻ ഹോസ്പിറ്റലിൽ വരാം, പക്ഷെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ ഓഫീസിൽ പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് കേട്ടോ. ഈ പുള്ളി ഒട്ടും ഹോസ്പിറ്റലിലൊന്നും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പുള്ളിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യം. അപ്പോ എനിക്ക് ടെൻഷനാ, ഇനിയിപ്പോ ഡോക്ടറിന്റെ അടുത്ത് നമ്മള് OP കാർഡ് എടുക്കാൻ പോയിട്ടും അത് സമയം കൂടുതൽ എടുക്കുന്നു. അപ്പൊ എനിക്ക് പേടി പുള്ളി ഇനി ഇതെങ്ങാനും ഇട്ടിട്ട് നേരെ അങ്ങ് ഓഫീസിൽ പോയി കളഞ്ഞാലോ എന്ന്. അപ്പൊ ഞാൻ അവിടെ എനിക്ക് പരിചയം ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ ആളോട് ചോദിച്ചു ഇങ്ങനെ പുള്ളിക്ക് ഇങ്ങനെ ഭയങ്കര നടുവേദനയായിട്ട് വന്നിരിക്കുക, എങ്ങനെയും ഒന്ന് എനിക്ക് കാണിക്കണം, ഒത്തിരി ലേറ്റ് ആവുന്നു, പുള്ളിക്ക് നല്ല പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അയാള് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യ്, കാഷ്വാലിറ്റി വഴി കാണിക്ക്, കാഷ്വാലിറ്റി വഴിയാകുമ്പോ പെട്ടെന്ന് കാണിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. എന്നിട്ടും എനിക്ക് പേടിയാ, കാരണം പുള്ളിയോട് ഒന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളി സമ്മതിക്കണ്ടേ കാഷ്വാലിറ്റി വഴി കാണിക്കാനായിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പേടിച്ചിട്ട് പിന്നെയും വന്നിട്ട് പറയാൻ പോയി, ഇങ്ങനെ നമുക്ക് കാഷ്വാലിറ്റി വഴി കാണിക്കാം, അപ്പോ പെട്ടെന്ന് കാണിക്കാൻ പറ്റും, ഇവിടെ ഇരുന്നാ ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴേക്കും പുള്ളി പറഞ്ഞു എന്റെ ശരീരമൊക്കെ വേർക്കുന്നു, എനിക്ക് തല കറങ്ങുന്നു, ഞാൻ വീഴാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആള് കൂടെയുണ്ട്. ആള് നോക്കിയപ്പോഴേക്കും ശരീരമൊക്കെ തണുത്ത് ആൾക്ക് എണീക്കാൻ വയ്യ, വല്ലാത്തൊരു കണ്ടീഷനിലായി. അപ്പോഴേക്കും പെട്ടെന്ന് വീൽ ചെയറിൽ ഇരുത്തി ഞങ്ങൾ കാഷ്വാലിറ്റി കൊണ്ടുപോയി.
കാഷ്വാലിറ്റി കൊണ്ടുപോയി അവിടെ അന്ന് ആ ബെഡിൽ കിടന്ന ആളാണ്. പിന്നെ ആ പുള്ളി എഴുന്നേറ്റിട്ടില്ല, എൻ്റെ ഹസ്ബൻഡ്. ആ ഒരൊറ്റ കിടപ്പായി പോയി. ഡോക്ടർ വന്നു പരിശോധിക്കാനൊക്കെ, കാലൊക്കെ പൊക്കി നോക്കാനൊക്കെ നോക്കിയപ്പോഴേക്കും ഒന്നും പറ്റുന്നില്ല. കാരണം പുള്ളിക്ക് ഡിസ്ക് നേരത്തെ പൊട്ടിയതായിരുന്നല്ലോ. അന്ന് ഡോക്ടർ എന്നിട്ട് പെട്ടെന്ന് MRI ചെയ്യാൻ പറഞ്ഞു. MRI ചെയ്തപ്പോഴൊക്കെ പുള്ളി ബെഡ് റിഡൻ ആണ്. ട്രോളിയിൽ കിടത്തിയിട്ടാണ് ഹോസ്പിറ്റലിൽ ഈ സ്കാനിങ് സെന്ററിൽ കൊണ്ടുപോകുന്നതും വരുന്നതും ഒക്കെ. അപ്പൊ സ്കാനിങ് സെന്ററിൽ കൊണ്ടുപോയി MRI ചെയ്ത് കൊണ്ടുവന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ഇത് ഡിസ്ക് പൊട്ടിയിരിക്കുകയാണ്. ഇത് കുറച്ച് ദിവസമായി. ഇതെന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും നാള് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നു, അതുകൊണ്ടാണ് ഇത് ഇത്രയും വേസ്റ്റ് ആയത് എന്നൊക്കെ. എനിക്ക് പറയാൻ പറ്റൂ, പുള്ളിയുടെ അനിയന്റെ കല്യാണത്തിന് ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ പുള്ളി ഓടി നടന്നാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. അങ്ങനെ പുള്ളി അവിടെ ഡോക്ടർ അഡ്മിറ്റ് ചെയ്തു. കാരണം ഞങ്ങൾക്ക് അവിടുന്ന് പുള്ളീനെ എങ്ങനെയും പുറത്ത് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഇനി സർജറി അല്ലാതെ ഇതിന് വേറെ ഒരു ഇതുമില്ല, സർജറി മാത്രമേ ഇതിനൊരു പോംവഴിയുള്ളൂ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേടിച്ച് വിറച്ചുപോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് അത്രയും പ്രായമേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും. അപ്പൊ പിന്നെ ആകെ ഉള്ളത് എൻ്റെ ഡാഡിയും മമ്മിയും മാത്രമാണ്. പുള്ളിയുടെ വീട്ടുകാരൊക്കെ തൃശ്ശൂരാണ്. അവിടെ നിന്നൊന്നും അങ്ങനെ പെട്ടെന്ന് ഓടി വരാനോ ഒന്നും ആരും ഇല്ല. കാരണം എല്ലാവരും പ്രൈവറ്റ് എംപ്ലോയീസ് ആണ്. അപ്പൊ അവർക്കൊക്കെ അവരുടെ ജോലി ഇട്ടിട്ട് അങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ലല്ലോ. അവസാനം പുള്ളീനെ ഒരു ഇച്ചിരിയെങ്കിലും പുള്ളിക്ക് എഴുന്നേക്കാൻ പറ്റുമായിരുന്നെന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങള് പുള്ളീനെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയിട്ട് ആയുർവേദത്തിൽ എങ്ങാനും കൊണ്ടുപോയി തിരുമിച്ചെടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ പുള്ളി ഒരേ കിടപ്പായി പോയി. പിന്നെ പുള്ളിക്ക് എഴുന്നേക്കാനോ ഈവൻ വാഷ്റൂമിൽ പോകാനോ ഒന്നും, മുള്ളാൻ പോകാനോ ബാത്റൂമിൽ പോകാനോ ഒന്നും പറ്റാത്ത രീതിയിൽ ആകെ ബെഡ് റിഡൻ ആയിപ്പോയി. അത് കഴിഞ്ഞ് 1 മാസം പുള്ളി ആശുപത്രി കിടന്നു. ആശുപത്രി കിടന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ എഴുന്നേപ്പിച്ച് നടത്തിക്കുമല്ലോ. അപ്പോഴാണ് പുള്ളി ബെഡിൽ നിന്ന് എണീക്കുന്നത്. അതുവരെ പുള്ളി ഒരേ കിടപ്പായിപ്പോയി. ആ സമയത്തും നമുക്ക് ടെൻഷനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടിയിട്ട് പുള്ളിയുടെ അസുഖത്തിന്റെ വിഷമം ഒരു വശത്ത്, ജോലി കിട്ടിയിട്ട് 6 മാസേ ആയുള്ളൂ. അപ്പൊ ജോലി പോവാനായിട്ടുള്ള എല്ലാ അവസ്ഥയും ഉണ്ട്. കാരണം 6 മാസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നിരുന്നാലും അവര് ജോലിന്ന് പറഞ്ഞു വിടും. 1 മാസത്തെ ഒക്കെ ലീവ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പുള്ളിക്ക് ഈ 1 മാസം ഇത് കഴിഞ്ഞിരുന്നിരുന്നാലും പിന്നെയും റെസ്റ്റ് വേണം. അപ്പൊ ഒരു കമ്പനി അതിന് അനുവദിക്കത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ. ആ സമയത്ത് പിള്ളേരുടെ സ്കൂള് തുടങ്ങാറായി. പിന്നെ സ്കൂളിലെ ബുക്ക് മേടിക്കണം, യൂണിഫോം മേടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എവിടെ പോകാനാ? 10 പൈസ കയ്യിലില്ല. ഈ ഹോസ്പിറ്റൽ ചെലവിന് പോലും ഞങ്ങളുടെ കയ്യിൽ കാശില്ല. അവസാനം ഓപ്പറേഷന്റെ സമയമായപ്പോഴത്തേല് ഹസ്ബൻഡിന്റെ ഒരു അനിയൻ US വർക്ക് ചെയ്യുന്നുണ്ട്. അവനാണ് ഓപ്പറേഷനുള്ള പൈസയും ബാക്കി ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ചെലവിന്റെ എല്ലാ കാര്യങ്ങളും അവനാണ് തന്നത്. അത് കഴിഞ്ഞ് കുട്ടികളെ സ്കൂളില് അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അഡ്മിഷൻ മാത്രമല്ല, ദീപ്തി 4th നിന്ന് 5th ആവുമായിരുന്നു. അപ്പോ ആ 4th നിന്ന് 5th മാറ്റുമ്പോൾ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഇതിനും പിന്നെ സ്കൂൾ യൂണിഫോം, ബസ്. ആ സമയത്ത് കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് ഞങ്ങള് സ്കൂള് മാറ്റിയായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നില്ലേ, ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഒത്തിരി ഫീസുള്ള സ്കൂളിൽ ഞങ്ങൾക്ക് വിടാൻ പറ്റാതെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഫീസ് കുറഞ്ഞ സ്കൂള് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക പിള്ളേരെ. അപ്പോഴാണ് ഹസ്ബൻഡിന് ഇങ്ങനത്തെ ഒരു അവസ്ഥയും കൂടെ വന്നപ്പോൾ ഞങ്ങൾ വേറെ സ്കൂളിലോട്ട് മാറ്റി, കുറച്ചും കൂടെ ഫീസ് കുറഞ്ഞിട്ടുള്ള സ്കൂളിൽ. അപ്പൊ അവിടെ ആയിരുന്നിരുന്നാലും അഡ്മിഷൻ ഫീ, പിന്നെ ഇത് യൂണിഫോം, ബുക്സ്, ഇതെല്ലാം കൂടെ ഒരു എമൗണ്ട് വേണമായിരുന്നു.
അത് മുഴുവൻ എൻ്റെ ഡാഡി തന്നു. അങ്ങനെയാണ് ആ ഇത് കവറപ്പ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ആകെ എന്താ പറയുന്നത്, ഒരു പുള്ളിക്ക് തന്നെ മൈൻഡിൽ അതൊരു വലിയ പേടിയായി മാറി. ഈ ഇത് എനിക്കിനി നടക്കാൻ പറ്റുമോ, ഇതാക്കാൻ പറ്റുമോ എന്ന്. പക്ഷെ സർജറി വിജയിച്ചതാണ്, ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇനി എപ്പോഴും എക്സസൈസസ് മാത്രം ചെയ്താൽ മതി. മസിൽസിന് കുറച്ച് നമ്മളിങ്ങനെ എക്സസൈസസ് ഒന്നും ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ മസിൽ വീക്ക് ആവും. അപ്പൊ മസിൽസിന് സ്ട്രെങ്തൻ കൊടുത്തോണ്ടിരിക്കണം. അല്ലാതെ ഇത് നമ്മുടെ സർജറി 100% എന്താ പറയുന്ന വിജയിച്ചതാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. കാരണം പൈസ ഇങ്ങനെ ഒരു ഇതാണെങ്കിലും നമ്മുടെ ഹസ്ബൻഡ് തിരിച്ചു കിട്ടിയല്ലോ നമുക്ക്, അതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ അതും കഴിഞ്ഞിട്ട് പിന്നെയും പുള്ളിക്ക് ഒരു മാസം റെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും വിചാരിച്ചു ജോലി പോയി എന്ന്. ബട്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയുടെയും പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ അച്ഛനെയൊക്കെ ഞാൻ സഹായിച്ചിരുന്നതും അച്ഛനെയും 14 ശിഷ്യന്മാരെയൊക്കെ നോക്കിയിരുന്നത്, അതിന്റെയൊക്കെ ഒരു ബലമെന്നോണമായിരിക്കാം. അച്ഛൻ പറയാറുണ്ടായിരുന്നു എപ്പോഴും, ദൈവത്തിന് കൊടുക്കാനുള്ളത് നമ്മള് ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം അത് 100 മടങ്ങായിട്ട് നമുക്ക് തിരിച്ചു തരും. ശരിക്കും ഞാന് നേരിട്ട് ദൈവത്തെ കണ്ട അവസരമായിരുന്നു അത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിന് കൊടുത്തത്, അന്ന് എനിക്ക് ഒന്നും കിട്ടിയിരുന്നില്ല. എല്ലാം സാമ്പത്തികമായിട്ട് ഞങ്ങള് വളരെ പിന്നോട്ട് പോയതാണ്, ഒന്നുമില്ലാതായി പോയതാണ്. പക്ഷെ ദൈവം തിരിച്ചു തന്നതായിരുന്നു ആ ജോലി. അവിടുത്തെ ആ ഒരു MD-ക്കും ചെയർമാനും ഒക്കെ സാഞ്ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് ആ മാസങ്ങളിലെ ശമ്പളവും തന്നു. പിന്നെ ആ ജോലിയിൽ തന്നെ സാഞ്ചേട്ടനെ കണ്ടിന്യൂ ചെയ്യാനും അനുവദിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ സാഞ്ചേട്ടന് യാത്ര ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങള് കുറച്ച് മാറി, ഞാൻ പറയാറില്ലേ, ഓരോ സമയത്ത് വീടെടുക്കുന്നത് വാടക കുറഞ്ഞ വീട് നോക്കിയിട്ട് കുറച്ച് അപ്പുറത്തോട്ടും കുറച്ച് ഇപ്പുറത്തോട്ടും ഇങ്ങനെയുള്ള എടുത്തായിട്ടാണ് ഞങ്ങൾ മാറിയിരുന്നത്. കാരണം എൻ്റെ വീടുമായിട്ട് ഒരുപാട് ദൂരെ പോയിട്ട് താമസിക്കാനും പറ്റത്തില്ല. കാരണം പിള്ളേര് 2 കൊച്ചു പിള്ളേരാണ്. സാഞ്ചേട്ടൻ പോയിട്ട് രാത്രി വരുമ്പോ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് എനിക്ക് ഓടിപ്പോണെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരണമെങ്കിലോ അതിന് ചുറ്റുവട്ടത്തെ എനിക്ക് താമസിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇത് കുറച്ച് ഉള്ളൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ അപ്പൊ താമസിച്ചിരുന്നത്. അപ്പൊ അവിടുന്ന് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഡാഡിക്കോ മമ്മിക്കോ വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മമ്മിയുടെ വീട്ടിന്റെ കുറച്ചടുത്ത് തന്നെ ഇതിനേലും കുറച്ച് വാടകയ്ക്ക് ഒരു വീട് കിട്ടി. അപ്പൊ അങ്ങോട്ടേക്ക് മാറി കഴിഞ്ഞപ്പോഴുള്ള അങ്ങോട്ടേക്ക് മാറാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഞ്ചേട്ടന് പിന്നെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഈ ഡെയിലി നമുക്ക് മുമ്പ് പോയി വന്നു വരുന്നതല്ലേ. അപ്പൊ അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ഓഫീസിൽ തന്നെ താമസിക്കും, ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വീട്ടിലേക്ക് വരും. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനിൽ ആണ് ഞാൻ എൻ്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു വീടെടുത്തിട്ട് അവിടെ താമസിക്കുകയായിരുന്നു. പക്ഷെ 1.5 വർഷത്തോളം സാഞ്ചേട്ടൻ ഇങ്ങനെ പോയി എന്താ പറയുന്നത്, ആഴ്ചയിൽ ഒരിക്കൽ വന്നുകൊണ്ടിരുന്നു. ഇത് ഒറ്റയ്ക്ക് വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം കൂടെ നോക്കാനായിട്ട് വേറെ ആരും ഇല്ലല്ലോ. ഒറ്റയ്ക്ക് ഞാൻ അങ്ങ് ഭയങ്കരമായിട്ട് തളർന്നു പോയി. ഇതിന്റെ ഇടയ്ക്കാണ് എനിക്ക് വീണ്ടും ഒരസുഖം വന്നു. എൻ്റെ കഴുത്തിന്റെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കുമ്പോ കാണാമോ എന്നറിയത്തില്ല, ഇവിടെ ഒരു നോഡ് വന്നു. ഈ നോഡ് വന്ന് അത് ഇച്ചിരി വലുതാവാൻ തുടങ്ങിയപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു അത് സർജറി ചെയ്ത് FNAC ഒക്കെ എടുത്ത് നോക്കി. FNAC എടുത്ത് നോക്കിയപ്പോഴത്തേല് അതില് അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പൊ സർജറി ചെയ്ത് ബയോപ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ സർജറി കഴിഞ്ഞു. അതിന്റെ സർജറി ഈ
ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുന്ന സംഭവങ്ങളാണ്. ഹസ്ബൻഡിന് വയ്യാതിരിക്കുന്ന സമയത്താണ് ഈ സർജറി. ഈ സർജറി കഴിഞ്ഞ് ബയോപ്സിക്ക് അയച്ചിട്ട് ബയോപ്സി റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഓപ്പറേഷൻ കഴിഞ്ഞ് 2 മാസം 3 മാസം കഴിഞ്ഞിട്ടും എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ ഊസിങ് ആയിരുന്നു. ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു. അവസാനം ഡോക്ടർ പറഞ്ഞു ഇത് TB ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾഡ് ഔട്ട് അല്ല, TB ആണെന്ന് നമുക്ക് ബയോപ്സി റിപ്പോർട്ടിൽ ഒന്നും വന്നിട്ടില്ല. പക്ഷെ TBക്കുള്ള മെഡിസിൻ 6 മാസം കഴിക്കാൻ പറഞ്ഞു. ആ TBയുടെ മെഡിസിൻ കഴിക്കുന്നവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ഈ 6 മാസം ഈ ഹസ്ബൻഡും ഇല്ല, ഈ 2 കുഞ്ഞി പിള്ളേരെയും നോക്കണം, ഇതിന്റെ കൂടത്തിൽ TBയുടെ മെഡിസിൻ കഴിക്കണം. ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ട് ആ TBയുടെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് ചിക്കൻ ഗുനിയയും കൂടെ വന്നു. അപ്പൊ പിന്നെ പറയണോ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അങ്ങനെ 6 മാസം അതിനും പിന്നെ ട്രീറ്റ്മെന്റ് ആയി. പിന്നെ മുട്ടിന് വേദന, എല്ലാ ജോയിന്റ്സിനും. ഈ ചിക്കൻ ഗുനിയ വരുന്നവരുടെ പെയിൻ അറിയത്തില്ലേ, ആ പെയിനും. അതിന്റെ ഇടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഒക്കെ ആ സമയത്ത് സഹിച്ചിരുന്നു കേട്ടോ. അപ്പൊ ഞാന് ഇതൊക്കെ എൻ്റെ ഒരു സ്റ്റോറി ആയിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഇതിനേക്കാളും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളവരുണ്ടാവാം ചിലര്. ചെറിയ വേദനകൾ പോലും വലിയതായിട്ട് കാണുന്നവരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ എൻ്റെ ഈ സ്റ്റോറീസ് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ എൻ്റെ സർജറീസും ഹസ്ബൻഡിന്റെ ഈ എന്താ പറയുന്നത്, ഈ സർജറിയും ബുദ്ധിമുട്ടും എല്ലാം കൂടെ ഞാൻ ശരിക്കും ഈ തംബ്നെയിലിൽ കൊടുത്ത പോലെ തന്നെ ഇടി വെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു, ആ ഒരവസ്ഥ തന്നെയായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ അതിനുശേഷം ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ട് വീഡിയോ ഇച്ചിരി ലാഗായി പോകുന്നു എന്നൊക്കെ. നമ്മൾ നമ്മുടെ സ്റ്റോറി അല്ലേ പറയുന്നത്. സ്റ്റോറി പറയുമ്പോഴത്തേലും നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഇവിടുന്നും ഒക്കെ കൂട്ടി എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. അത് അതിൻ്റെതായ ഒരു രീതിയിൽ പറഞ്ഞു പോകുന്നതല്ലേ അതിന്റെ ശരി. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ലാഗായിട്ട് തോന്നുന്നത്. അതിന് ഒത്തിരി സോറി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഒരുപാട് പേരിലോട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും കൂടി ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് 10,000 കോടി നന്ദി. ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.